Good evening, everyone. Am I audible to all of you? ഞാൻ സംസാരിക്കുന്ന ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് എ ഹായ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. Let's wait for 1 minute. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. Then we will start with today's CMA US free session on part 2. Good evening, friends. ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? പ്ലീസ് കൺഫേം ആൻഡ് ടൈപ്പ് എ യെസ് ഇൻ ദ ചാറ്റ് ബോക്സ് ഇഫ് യു ക്യാൻ ഹിയർ മീ. Fantastic. Good evening, Safna. Good evening, Midun. Good evening, Srilal. എന്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ? ഞാൻ സംസാരിക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? Fantastic. So ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ അങ്ങനെയാണെങ്കിൽ. ലെറ്റ്സ് ബിഗിൻ വിത്ത് ടുഡേസ് സെഷൻ. ഓക്കെ, അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. മൈ നെയിം ഇസ് തരുൺ ജഗദീഷ്. ബൈ പ്രൊഫഷൻ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഐ ക്ലിയർഡ് ഇൻ 2010. ബട്ട് ലാസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ടും ഞാൻ ഇന്റൻസീവ്ലി ഒരു ട്രെയിനർ ആണ്. ഐ ആം എൻ എക്സ്പേർട്ട് ട്രെയിനർ ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ദിവസം തുടങ്ങുന്നത് ഫിനാൻസ് വെച്ചിട്ടാണ്, തീരുന്നതും ഫിനാൻസ് വെച്ചിട്ടാണ്. ബിക്കോസ് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമല്ല, ആഫ്റ്റർ ബിക്കമിങ് എ CA ഞാൻ ഇന്നൊരു SEBI അണ്ടർ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ ഒരു രജിസ്റ്റേർഡ് ബിസിനസ് വാല്യൂവർ ആണ്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസർച്ച് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും, അവർക്ക് പറയുന്ന ഒരു പേരാണ് റിസർച്ച് അനലിസ്റ്റ്. I am also a stock market certified research analyst. So I have a specialized knowledge. എന്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ കംപ്ലീറ്റ്ലി ഫിനാൻസ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ CMA US പാർട്ട് 2 ദാറ്റ് ഇസ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിന്റെ മുകളിൽ ഈ ഫ്രീ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഏത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ടും നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്? ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ശരിയല്ലേ? സോ ഈവൻ ബിഫോർ ഐ സ്റ്റാർട്ട് മൈ ക്ലാസ്, ഐ വാണ്ട് ടു ഗിവ് യു an agreement which is called as the win-win agreement. ഫ്രണ്ട്സ്, ഈ വിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? വിൻ എന്ന് പറഞ്ഞാൽ വിജയം. ഞാൻ വിജയിക്കണം, നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളും വിജയിക്കണം. ഒരു ലോങ് ടേമിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കും ഗുണം കിട്ടണം. അതേപോലെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റി ആയിട്ട് വരുമ്പോൾ എനിക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം. സോ നൗ ടെൽ മീ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഗുണം കിട്ടുക? വെൻ വിൽ യു ഗെറ്റ് എ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ് ക്ലാസ്? നിങ്ങൾ നിങ്ങളുടെ CMA US എക്സാം പാസ് ആവുമ്പോഴല്ലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക, ശരിയല്ലേ? ആസ് എ ട്രെയിനർ എനിക്ക് എപ്പോഴാണ് റിസൾട്ട് കിട്ടുക? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ആസ് എ ഫാക്കൽറ്റി ഞാനും വിജയിക്കുകയുള്ളൂ, ശരിയല്ലേ? ഫ്രണ്ട്സ്, ഈ വിൻ വിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂണിവേഴ്സൽ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത് കറങ്ങാൻ പോകുമ്പോൾ നിങ്ങളും വിജയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സും വിജയിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളും വിജയിക്കണം, നിങ്ങളുടെ ഫാമിലിയും വിജയിക്കണം. നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളും വിജയിക്കണം, നിങ്ങളുടെ കമ്പനിയും വിജയിക്കണം. അതേപോലെ ഈ ക്ലാസ്സിൽ നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളും വിജയിക്കണം, ഞാനും വിജയിക്കണം. ഇത് നടക്കണമെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ ഓൺലി ഇഫ് വി ഗെറ്റ് ദ റിസൾട്ട് ഓഫ് പാസിംഗ് ദ CMA US എക്സാമിനേഷൻ. ഈ ഒരു എക്സാം പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് മാത്രം പഠിച്ചാലും നല്ല മാർക്ക് കിട്ടൂല. ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രവും നല്ല മാർക്ക് കിട്ടൂല. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ടീം വർക്കാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ വൃത്തിക്ക് നിങ്ങൾ എല്ലാവർക്കും പഠിപ്പിക്കണം, ശരിയല്ലേ? അതേപോലെ നിങ്ങൾ എല്ലാവരും ഞാൻ തരുന്ന ഹോംവർക്ക് വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ തരുന്ന കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്കമിങ് എക്സാമിൽ നിങ്ങൾ വിജയിച്ചിരിക്കണം. സോ there are two people over here. One is me as a teacher. Two is all of you as students. As a faculty, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതാം.
നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു ടീച്ചറായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് പറഞ്ഞു തരുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി തരും. അത് കൂടാതെ എന്റെ മൈൻഡിൽ ഓൾറെഡി കുറെ കാര്യങ്ങളുണ്ട്, അതും കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോവാണ്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വരുന്ന നമ്മുടെ ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നത്. Am I right? Yes. So as a teacher ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന പോയിന്റ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമായിരിക്കും കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി. ഒരുപാട് സ്റ്റുഡൻസ് മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിൽ കുറെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ പഠിച്ചതിന് ശേഷം വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഇത് എന്തിനാണ് ഈ സൈൻ തീറ്റ, എന്തിനാണ് ഈ കോസ് തീറ്റ, എന്തിനാണ് ഈ ടാൻ തീറ്റ? ഇവിടെ അതേ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും ചോദിക്കാറുണ്ട്. എന്റെ ആദ്യത്തെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട് എൻജോയ് ചെയ്യാൻ പഠിപ്പിക്കാനായിരുന്നു എന്റെ ചാലഞ്ച് നമ്പർ 1. നിങ്ങൾക്ക് അതിന്റെ ലോജിക് മനസ്സിലാക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണ്, ഈ ഒരു പോയിന്റിന്റെ മുകളിലാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ പോകുന്നതും നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ഞാൻ ആദ്യം തരാൻ പോകുന്നത്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? പോയിന്റ് നമ്പർ 2, കോൺസെപ്റ്റ് മാത്രം മനസ്സിലായിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങളൊക്കെ മനസ്സിലായി, എക്സാം എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെ ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പിലാണ് എന്ത് വരിക? കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ വരിക. സോ വെൻ യു കം ഇൻ ടു കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ, ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് MCQ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അത് ആദ്യം കുറച്ച് ബേസ് എടുത്തതിന് ശേഷം തുടങ്ങും. നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്, എക്സ്പെർട്ട് ഗ്യാന്റെ ആപ്പ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ നാളത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യും. കാരണം ഇന്ന് നമുക്ക് ആദ്യം ബേസ് ക്ലിയർ ആക്കാം. ഇന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല, നമുക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. എവരിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ ഈ ഒരു ആപ്പിന്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്പിൽ ലൈവായിട്ട് എക്സാം ഉണ്ടാവും. എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാമിൽ പാസ് ആയിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അപ്പൊ തന്നെ മനസ്സിലാവും. അത് മാത്രമല്ല, എവിടെയൊക്കെയാണോ തെറ്റ് വന്നത് അതിന്റെ ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് തരും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വി വിൽ ഡു കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ. Everybody clear with this part? So point number 1, I will give you concept clarity. Point number 2, I will give you concept application. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് തരുന്നത് കുറച്ച് ഹോംവർക്ക് തരും. നാലാമത്തെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ആക്കി തരും. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി തരണം. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്റെ നമ്പർ അയച്ചുതരാം, നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി വാട്സ്ആപ്പ് അയക്കാം. 8893495263. ഈ നമ്പറിലോട്ട് നിങ്ങളുടെ ഡൗട്ട്സ് വാട്സ്ആപ്പ് അയച്ചാൽ മതി. ഡൗട്ട് വാട്സ്ആപ്പ് അയക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ഒരു ഫോട്ടോ അയക്കണം, അതിന്റെ കൂടെയാണ് ഈ ഡൗട്ടും കൂടി വാട്സ്ആപ്പ് അയച്ചു തരേണ്ടത്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട് ഫ്രണ്ട്സ്? സോ ഞാൻ എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി തരും, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം വീണ്ടും പഠിപ്പിച്ചു തരും, കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ തരും, മാക്സിമം MCQs നമ്മൾ ക്ലാസ് ചെയ്യും, അസൈൻമെന്റ്സ് തരും, ഡൗട്ട്സ് ക്ലിയർ ആക്കി തരും. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. നൗ ടെൽ മീ, ആസ് സ്റ്റുഡൻസ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? കം ഓൺ, ടെൽ മീ. ആസ് സ്റ്റുഡൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? CMA US എക്സാം പാസ് ആവണം. പാസ് ആവണമെങ്കിൽ ഞാൻ ഇത്രയും കാര്യം ചെയ്യാം. ആസ് സ്റ്റുഡൻസ് നിങ്ങൾ എന്ത് ചെയ്യും? പോയിന്റ് നമ്പർ 1, ഞാൻ എടുക്കുന്ന ക്ലാസ്സസ് അറ്റൻഡ് റെഗുലർലി, മോസ്റ്റ് പ്രിഫറബിളി ലൈവ്. ഒരുപാട് സ്റ്റുഡൻസ് ഈവനിങ്സ് പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ്സസ് രാത്രിയിലോട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ മൈ ഓൺലി റിക്വസ്റ്റ് ഇസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു ഒരു അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ റെക്കോർഡിലോട്ട് പോകാൻ പാടുള്ളൂ. ഞാൻ ഒരിക്കലും റെക്കോർഡഡ് ക്ലാസ്സസ് പൊതുവെ അഡ്വൈസ് ചെയ്യൂല. ലൈവാണ് എപ്പോഴും ബെറ്റർ. എന്തുകൊണ്ടാണ്? കാരണം ലൈവായിട്ട് ഇരിക്കുന്ന ക്ലാസ് നിങ്ങൾ ഇരുന്ന് അതേ സമയത്ത് പഠിച്ച് തീർക്കും. ഫാക്കൽറ്റി മുമ്പിലുണ്ട്, സംശയം ചോദിക്കാം. അതൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റും കൂടിയാണ്, ശരിയല്ലേ? പക്ഷെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ശരി, ഞാൻ ഇന്ന് വേണ്ട, നാളെ ഞാൻ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളാം, നാളെ നോക്കാൻ ആരും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇന്ന് വേണ്ട, നാളെ ചെയ്യാം. ഇങ്ങനെ റെക്കോർഡഡ് ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞ ഒരു സമയം എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ പിടി കയ്യിൽ വിട്ടുപോകും. സോ മൈ സ്ട്രോങ് റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു, അറ്റൻഡ് മൈ ക്ലാസ് റെഗുലർലി. ഞാൻ കംപ്ലീറ്റ് സിലബസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ചെയ്ത് തരും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? പോയിന്റ് നമ്പർ 2, നമ്മൾ തരുന്ന ഈ കോൺസെപ്റ്റ്സും അതേപോലെ ഈ ആപ്ലിക്കേഷൻസും യു ഹാവ് ടു അപ്ലൈ റെഗുലർലി, ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ശരിയായിട്ട് വരാം, ചിലപ്പോൾ തെറ്റിയിട്ടും വരാം.
ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് വിട്ടോളൂ. ആൻസർ തെറ്റാണെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അതേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. തേർഡ് പോയിന്റ്, when I told you over here, give assignments, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? You are supposed to do your assignments. Everybody clear with this part? Last part, ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി തരും. പക്ഷെ ഡൗട്ട്സ് ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? You are supposed to ask your doubts. Everybody clear with this part? Yes. ഞാൻ ആസ് എ ടീച്ചർ എന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു തരും. യു ആസ് സ്റ്റുഡൻസ് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടുഗെദർ ആസ് എ ടീം വി വിൽ വിൻ വിൻ. ഇങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു അസോസിയേഷൻ ഈ ക്ലാസ്സിൽ മാത്രം നിൽക്കൂല. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രാക്ടിക്കൽ അസൈൻമെന്റ്സ് വരുമ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ അസോസിയേറ്റഡ് ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു രജിസ്റ്റേർഡ് വാല്യൂവർ ആണ്. ആസ് എ CMA US നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് ബിസിനസ് വാല്യുവേഷൻസ്, മെർജേഴ്സ്, അതേപോലെ ഫിനാൻഷ്യൽ അനാലിസിസ്. ഈ 3 ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയും കൂടിയാണ് ഞാൻ. Everybody clear with this part? So I am looking for long-term association where you should win, I should also win. Are you ready for this kind of association, friends? If yes, please type a yes in the chat box right now. എക്സലന്റ്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിന്റെ ആദ്യത്തെ പേജിൽ ഈ ഒരു എഗ്രിമെന്റ് ഒന്ന് എഴുതി വെക്കുവോ? ഇറ്റ് വിൽ ടേക്ക് 5 minutes. ഒന്ന് എഴുതി വെച്ചോളൂ. എഴുതി കഴിഞ്ഞാൽ വി ഓൾ ക്യാൻ സ്റ്റാർട്ട് അവർ ക്ലാസ്. കാരണം ഞാൻ ഈ ക്ലാസ് ഈ ബേസിൽ എടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഈ ഫസ്റ്റ് പേജ് കണ്ടാൽ എന്റെ ക്ലാസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലായിരിക്കും. എവറിബഡി ക്ലിയർ? യെസ് അസ്ലം, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. ലെറ്റ്സ് യെസ് അഭയ്, ശ്രീലാൽ, രേഷ്മ, ആതിര, സ്വാതി, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. Excellent. Please write down this in your books. All right, friends. Are you all done writing till here in your books? Perfect. So shall we begin with the first chapter, friends? ഞാൻ ഈ ഒരു മെറ്റീരിയൽ റിസോഴ്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ ഹോട്ട് മെറ്റീരിയൽ. ഓൾറൈറ്റ്. സോ ഇതാണ് നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സ്. സോ ആദ്യം വരുന്ന യൂണിറ്റ് ആണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വിൽ സ്റ്റാർട്ട് വിത്ത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഓൾറൈറ്റ്. ഈവൻ ബിഫോർ ഐ സ്റ്റാർട്ട് വിത്ത് മൈ ക്ലാസ്, I would like to share with you some more techniques. നമ്മൾ ഫിനാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ 2 ടെക്നിക്സ് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ഓൾറൈറ്റ്. ആദ്യത്തെ ടെക്നിക് ആണ് വിഷ്വലൈസേഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഒരു ടെക്നിക് വളരെ സിമ്പിൾ ടെക്നിക് ആണ്. പക്ഷേ നിങ്ങൾ ഒരു ഫിനാൻസ് സബ്ജക്ട് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ
അതിന്റെ ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും 2 പ്രാവശ്യം ആൻസർ നോക്കാതെ ചെയ്തു നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ 1+3 വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ തരാം, ഇസ് ഈക്വൽ ടു 4. സപ്പോസ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം 1+3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചെയ്യാം, വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചെയ്യാം. ഈ റെപ്പറ്റീഷൻ മാത്രമാണ് നമുക്ക് ഇതിലൊരു എക്സ്പെർട്ടൈസിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഒരു കാര്യം ടഫ് അല്ല, ഫിനാൻസ് ടഫ് അല്ല. ആദ്യം എന്ത് വേണം? കോൺസെപ്റ്റ് മനസ്സിലാക്കണം, പിന്നെ അതിന് മുകളിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രയും നമുക്ക് ഇതിൽ നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട് നൗ? Perfect. So if you are clear with this, can I start with my class today now? Please type a yes in the chat box. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് ഇന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. Then we will slowly cover the other topics also. 1 minute. Yes. ഇതിൽ പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. വളരെ ഈസി ചാപ്റ്റർ ആണ്. ഫിനാൻഷ്യൽ റേഷ്യോ അതും കൂടി വളരെ ഈസി ചാപ്റ്റർ ആണ്. അതിന്റെ ലോജിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ബേസിക് EPS, ഡൈല്യൂട്ടഡ് EPS, ഇതൊക്കെ വളരെ ഈസിയായ ടോപ്പിക്സ് ആണ്. ഓൾറൈറ്റ്, പ്രോഫിറ്റബിലിറ്റി ഇതും റേഷ്യോസിന്റെ ഭാഗം തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ആയിട്ടൊന്നും കാര്യമായിട്ട് ഫേസ് ചെയ്യാൻ വലിയ ചാൻസ് വരാൻ കുറവാണ്. സെക്ഷൻ ബി വരുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ലെവലിലോട്ട് കാര്യങ്ങൾ വരുന്നത്. ബിക്കോസ് യു ഹാവ് CAPM ഫോർമുല, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സ് എവിടെ വരുന്നുണ്ട്? സെക്ഷൻ ബിയിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. എവറിബഡി ക്ലിയർ? പിന്നെയാണ് നമ്മുടെ അഡ്വാൻസ് ലെവലിലോട്ട് കടക്കുന്നത്. സോ വാട്ട് വി വിൽ ഡു ഇസ് നമ്മൾ ഓരോ സെക്ഷനും പോയിന്റ് ബൈ പോയിന്റ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് കവർ ചെയ്യും. എവറിബഡി ക്ലിയർ? കോൺസെപ്ച്വലി ഞാൻ കംപ്ലീറ്റ് ക്ലാസ്സും കവർ ചെയ്യും, MCQs അതിന്റെ കൂടെ പ്രൊവൈഡും ചെയ്യും. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അറിയിച്ചാൽ ഞാൻ അതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? So let us start with a very easy chapter today. Okay. So friends, let's start with chapter number 1, comparative financial statement analysis. 1 minute. CMA US. Session 1. So what's the name of the chapter? Comparative ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ നോട്ട്സിന്റെ PDF ഫയൽ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ക്ലാസ് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു തരും. അത് മാത്രമല്ല നമ്മുടെ ആപ്പ് നാളെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ വൃത്തിക്ക് അവൈലബിൾ ആയിരിക്കും. എവറിബഡി ക്ലിയർ? സോ നിങ്ങൾക്ക് നോട്ട്സ് എഴുതുമ്പോൾ എന്തെങ്കിലും നോട്ട്സ് കവർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കവർ ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദിസ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കവർ ചെയ്തിരിക്കും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? ഓക്കെ, യെസ്. സോ നൗ ഇൻ ദിസ് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് അക്കൗണ്ട്സ്? ഇത് പറഞ്ഞുതരാൻ വേണ്ടി ലെറ്റ്സ് ടേക്ക് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. നിങ്ങൾ എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണോ? വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേമസ് റെസ്റ്റോറന്റിന്റെ പേര് പറഞ്ഞുതരാൻ പറ്റുമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറഞ്ഞു തരുമോ? അസ്ലം, ഞാൻ ആപ്പിന്റെ ഡീറ്റെയിൽസ് നാളെ തരാം. എക്സ്പെർട്ട് ഗ്യാൻ എന്നാണ് ആപ്പിന്റെ പേര്. ഐ എം എ ഫാക്കൽറ്റി അറ്റ് എക്സ്പെർട്ട് ഗ്യാൻ. ഇത് എക്സ്പെർട്ട് ഗ്യാൻ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആപ്പ് ഡീറ്റെയിൽസ് നാളെ പ്രൊവൈഡ് ചെയ്യാം. കാരണം അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസിന്റെ ഫ്ലോ നഷ്ടപ്പെടും. നാളെ എന്തെങ്കിലും അത് കവർ ചെയ്ത് തരും. ഓൾറൈറ്റ്, ആപ്പ് എല്ലാം ഞാൻ നാളെ പ്രൊവൈഡ് ദി ആപ്പ് ലിങ്ക് ടുമോറോസ് ക്ലാസ്. ആപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എവറിബഡി ക്ലിയർ? നൗ ടെൽ മീ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറന്റിന്റെ പേര് പറയാൻ പറ്റുമോ? ഐ വിൽ വെയിറ്റ് ഫോർ യുവർ റിപ്ലൈ. സൈത്തൂൻ. എന്റെ വീടിന്റെ വളരെ അടുത്താണ് സൈത്തൂൻ. ഓക്കെ, ലെറ്റ് us put സൈത്തൂൻ. സൈത്തൂണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ഫുഡ് ഐറ്റം എന്താണ്? ബിരിയാണി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സൈത്തൂൺ അസ്യൂം
ബിരിയാണി ഉണ്ടാക്കുന്നു, ബിരിയാണി വിൽക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പം അവരുടെ ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് തന്ന ഡീറ്റെയിൽസ് ആണ്. സെയിൽസ് ഒരു 100 ലക്ഷമാണെന്ന് വിചാരിക്കാം. അതിന്റെ അഗെയിൻസ്റ്റ് വരുന്ന കോസ്റ്റ് ഒരു 80 ലക്ഷമാണെന്ന് വിചാരിക്കുക. സോ ലാഭം എത്രയുണ്ട്? 20 ലാക്സ് ആണ്. അപ്പൊ അവർ പറയുന്നു സെയില് 100, ചെലവ് 80, ലാഭം എത്രയുണ്ട്? 20. കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഓണർ എന്താ ചെയ്യാന്ന് വെച്ചാൽ പറയും, എല്ലാം ഈ പറയുന്ന ലാഭം ഈ കൊല്ലത്തല്ലേ, അപ്പൊ ലെറ്റ് us say we are in 2025 ആണെന്ന് വിചാരിക്കാം. അയാൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കൊല്ലം എന്റെ സെയിൽ എത്രയായിരുന്നു, കഴിഞ്ഞ കൊല്ലം എന്റെ ചെലവ് എത്രയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം എന്റെ ലാഭം എത്രയായിരുന്നു. ഓക്കെ, സോ ഹിയർ വാട്ട് ഹി വിൽ ഡു ഇസ്, സപ്പോസ് കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ സെയിൽസ് 90 ലാക്സ് ആയിരുന്നു, കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ചെലവ് 85 ലക്ഷമായിരുന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലം ലാഭം എത്രയുണ്ട്? 5 ലക്ഷം. ഇപ്പം ഈ രണ്ട് കമ്പനി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ഓ, കഴിഞ്ഞ കൊല്ലം വെച്ചിട്ട് ഈ കൊല്ലം നോക്കുമ്പോൾ എന്റെ കമ്പനിയുടെ സെയിൽസ് കൂടിയിട്ടുണ്ട്. ശരിയല്ലേ? കഴിഞ്ഞ കൊല്ലം വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം എന്റെ കമ്പനിയുടെ ചെലവ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ലാഭം 5 ലക്ഷമായിരുന്നു, ഈ കൊല്ലത്തെ ലാഭം എന്തായിട്ട് മാറി? 20 ലാക്ക് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ എന്ത് പറയും? വാവ്, ദിസ് ഇസ് എ ഗുഡ് പെർഫോമൻസ്. സോ ഫ്രണ്ട്സ്, ഒരു കൊല്ലത്തെ കണക്ക് മാത്രം കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അക്കൗണ്ട്സിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അതല്ലെങ്കിൽ സൈത്തൂന്റെ പോലത്തെ വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റ് വെച്ച് കമ്പയർ ചെയ്യണം. നൗ ടെൽ മീ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റിന്റെ പേര് അറിയോ? ഇവിടെ വിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us take വിൽട്ടൺ. സോ ഇത് വേറെ ആംഗിളിലും കമ്പയർ ചെയ്യാം. 2025 സൈത്തൂൺ, 2025 വിൽട്ടൺ. സെയിൽ, സൈറ്റൂന്റെ സെയിൽ എത്രയാണ്? 100. കോസ്റ്റ് എത്രയാണ്? 80. ലാഭം എത്രയാണ്? 20. ശരിയല്ലേ? വിൽട്ടന്റെ കേസിൽ സെയിൽ വന്നിരിക്കുന്നത് 150 ലാക്സ് ആണ്. അവർക്ക് വന്ന ചെലവ് 100 ലാക്സ് വന്നിട്ടുള്ളൂ. അപ്പൊ അവരുടെ ലാഭം എത്രയുണ്ട്? 50 ലാക്സ്. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ സൈറ്റൂണിന് കിട്ടിയ സെയിൽസ് 100, പക്ഷേ വിൽട്ടണിന് കിട്ടിയ സെയിൽസ് എത്രയാണ്? 150 ആണ്. വിൽട്ടൺ ഹാസ് ഡൺ ബെറ്റർ. സൈറ്റൂണിന്റെ ചെലവ് 80, ഇവിടെ ചെലവ് 100 ഉള്ളൂ. അവസാനം നോക്കുമ്പോൾ ലാഭം നോക്കുമ്പോൾ പെർഫോമൻസ് നല്ലതാണോ മോശമാണോ? നൗ ഐ വുഡ് സേ ദാറ്റ് ദ കമ്പനീസ് പെർഫോമൻസ് ഈസ് ബാഡ്. സോ ദ പർപ്പസ് ഓഫ് അക്കൗണ്ട്സ്, ആദ്യം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ദ പർപ്പസ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ we should compare previous year accounts with current year accounts. ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഓക്കെ, ഇല്ലെങ്കിൽ you should compare current company with another കമ്പനി. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് എന്ത്? ദിസ് ഇസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. ക്യാൻ യു പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് ഇൻ യുവർ ബുക്സ്? ഒരു 2 മിനിറ്റ് തരാം, ഒന്ന് സ്ക്രിബിൾ ചെയ്ത് എഴുതാൻ പറ്റുമോ? ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്ത് തരും, എന്നാലും നിങ്ങൾ ഒന്ന് കുറച്ച് നോട്ട്സ് എഴുതിയിട്ടില്ലെങ്കിൽ തലയിൽ സാധനം കയറൂല. ഓക്കെ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ.
ഫ്രണ്ട്സ്, ക്ലാസ് കംഫർട്ടബിൾ ആണല്ലോ? എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കണം. എന്റെ നമ്പർ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ? ഓൾ റൈറ്റ്. ഇതാണ് പർപ്പസ് ഓഫ് അക്കൗണ്ട്സ്. ഒന്ന് എഴുതി വെക്കുവോ? കമ്പയർ പ്രീവിയസ് ഇയർ അക്കൗണ്ട്സ് വിത്ത് കറന്റ് ഇയർ അക്കൗണ്ട്സ്. യെസ് മിഥുൻ, കാണിച്ചു തരാം. ഇതാണോ നോക്കേണ്ടത്? ഞാൻ ഈ നോട്ട്സും ഷെയർ ചെയ്യും കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു നോട്ട്സ് PDF ആക്കിയിട്ട് നിങ്ങളുടെ ഇവിടെ ഷെയർ ചെയ്ത് തരും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. ഓക്കെ, ഓൾ റൈറ്റ്. ആർ യു ഡൺ? ഇതും കൂടി എഴുതുവോ? പർപ്പസ് ഓഫ് അക്കൗണ്ട്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗം. ടു കമ്പയർ പ്രീവിയസ് ഇയർ അക്കൗണ്ട് വിത്ത് കറന്റ് ഇയർ അക്കൗണ്ട്, കമ്പയർ കറന്റ് കമ്പനി വിത്ത് അനദർ കമ്പനി. ഓക്കെ, പെർഫെക്റ്റ് ഫ്രണ്ട്സ്. എല്ലാവരും കംഫർട്ടബിൾ അല്ലേ? Can I go to the next part now? പെർഫെക്റ്റ്. നൗ ഇവിടെയാണ് നമ്മുടെ ഒരു എന്താ പറയാ, വി കോൾ ഇറ്റ് ആസ് ദി ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതേ ഒരു സാധനം ഫോർമാറ്റ് വരച്ചു തരാം. സോ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ലെറ്റ് us speak about Zaitun. സോ ഫ്രണ്ട്സ്, ഏതൊരു കമ്പനിയുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ ജനറൽ ആയിട്ട് വരുന്ന ഫോർമാറ്റ് ആണ്. ആദ്യം എന്ത് വരും? റവന്യൂ വരും. സി ഇവിടെ വന്നിട്ടുണ്ട്. റവന്യൂ കഴിഞ്ഞാൽ അവർ തരുന്ന സാധനമാണ് COGS എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിനെല്ലാത്തിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. ഓൾറൈറ്റ്. തേർഡ് വൺ, ആഫ്റ്റർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോസ് പ്രോഫിറ്റ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്ന എക്സ്പെൻസ് ആണ് സെല്ലിംഗ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഓർ വി കോൾ ഇറ്റ് ആസ് അഡ്മിൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് എന്നാണ് പറയാം. അതിനുശേഷം വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം. അതൊരു അതർ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസസ്, ഇത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ഞാൻ അതൊരു കാര്യം ചെയ്യാം, ജനറൽ ഉള്ള ഫോർമാറ്റ് പറഞ്ഞുതരാം, പിന്നെ നിങ്ങളുടെ ബുക്സിൽ വരുന്ന അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേറെ ആയിട്ട് പറഞ്ഞുതരാം. ഐഡിയലി ഇത് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് EBIT, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് earnings ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇതാണ് പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് കേട്ടോ. പക്ഷെ നിങ്ങളുടെ ബുക്സിൽ കുറച്ചും കൂടി എന്തെങ്കിലും അൺസർട്ടൻ ആയിട്ട് വരികയാണെങ്കിൽ അതും കൂടി കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് അവർ എന്ത് വെച്ചാൽ അവർ ഇൻട്രസ്റ്റിനെ കുറയ്ക്കും. ഇൻട്രസ്റ്റിന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് EBT, ഓർ ദ ഫുൾ ഫോം ഓഫ് EBT ഈസ് earnings ബിഫോർ ടാക്സസ്. എവറിബഡി ക്ലിയർ? EBT കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ വരുന്ന സംഭവമാണ് എന്ത്? ടാക്സ്. ടാക്സ് കഴിഞ്ഞാൽ വരുന്നതാണ് earnings ആഫ്റ്റർ. ഇതാണ് ജനറലി വരുന്ന ഫോർമാറ്റ്. ഈ ഒരു earnings ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരും? ഡിവിഡൻസ് വരും, ഇക്വിറ്റി ഡിവിഡൻസ് വരും. ആൻഡ് ഈ ഡിവിഡൻസും കൂടി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സാധനത്തിന് പറയുന്ന പേരാണ് എന്ത്? റീറ്റെയിൻഡ് earnings. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമാറ്റ്. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കുറച്ചൊരു സ്പെഷ്യൽ ആയ ടാസ്കും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് സെക്കൻഡ് ഫോർമാറ്റിൽ നമുക്ക് എഴുതി വെക്കാം. എവറിബഡി ക്ലിയർ? ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ റവന്യൂ. സോ ഫോർ എക്സാമ്പിൾ, നമ്മുടെ റവന്യൂ ഒരു $500 million ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെന്താണ്? നമുക്ക് ശരിക്കും റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിരിയാണി സെയിൽ വഴി വരുന്ന ഒരു എമൗണ്ടിനാണ് എന്ത് പറയാ? റവന്യൂ എന്ന് പറയാം. എവറിബഡി ക്ലിയർ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ റൈസ് വേണം, ശരിയല്ലേ? അത് മാത്രം പോരാ, ചിക്കൻ വേണം, ശരിയല്ലേ? മസാലാസ് വേണം, കുക്കിംഗ് ഗ്യാസിന്റെ ആവശ്യമുണ്ട്, അവിടെ കുറച്ച് ആൾക്കാർ കുക്ക് ചെയ്യണം. ഇവരെല്ലാവർക്കും കൊടുക്കുന്ന ചെലവിന് പറയുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ ദിസ് ഇസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ബിരിയാണി.
എവറിബഡി ക്ലിയർ? അപ്പൊ അതൊരു $300 million ആണെന്ന് വിചാരിക്കുക. ഇത് കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഫ്രം ദിസ് ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾ ഒരു $50 million അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആയിട്ട് ചെലവാക്കും. ഇവിടെ മെയിൻ ആയിട്ട് എന്താ വരിക എന്ന് വെച്ചാൽ സ്റ്റാഫിന്റെ സാലറി വരും, അതേപോലെ ബിൽഡിങ്ങിന് വാടക വേണ്ടേ? സൈറ്റൂൺ ഒരു വലിയ റെസ്റ്റോറന്റ് ആണ്. ആ ഒരു റെസ്റ്റോറന്റ് മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? വാടക കൊടുക്കണം. അപ്പൊ ഈ 50യും കൂടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കയ്യിലുണ്ട്? $150 million ഉണ്ട്. ഇവരൊരു കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇവരൊരു $100 million കടം എടുത്തു, അതിന്റെ മേളിൽ ഒരു 12% ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക? $12 million ഇൻട്രസ്റ്റ് കൊടുക്കും. അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ $138 million ആണ് നമ്മുടെ കയ്യിലോട്ട് വരിക. ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും? ടാക്സ് ഉണ്ടാവും. ടാക്സേഷൻ പല കൺട്രീസിലും പല റേറ്റ് ആണ്. ഇന്ത്യയിൽ വരുന്ന റേറ്റ് 30% ആണ്, UK വരുന്ന റേറ്റ് 40% ആണ്. ഓരോ കൺട്രിയിൽ ഓരോ ടാക്സേഷൻ ആണ്. ഞാൻ തൽക്കാലം ഇവിടെ എന്തെടുക്കുന്നു? 30% ആണ് എടുക്കുന്നത്. ഓൾറൈറ്റ്, സോ വാട്ട് ഇസ് $138 million into 30%? Do we get $41.4 million? അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര കിട്ടി? $96.6 million ആണ് കിട്ടിയത്. ഓക്കെ, ഇതിൽ നിന്ന് അവർ എന്ത് ചെയ്തു? ഒരു $16.6 million ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അതും പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? റിമൈനിങ് ഓവർ ഹിയർ വിൽ ബി ഓൺലി $80 million, which is your retained earnings. Can you write down this in your books? എല്ലാവർക്കും എഴുതി വെക്കാൻ പറ്റുമോ? Please write it down. Friends, are you all comfortable? Audio, video എല്ലാം ക്ലിയർ ആണല്ലോ? I hope you are all comfortable here, friends. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ I did not follow എന്ന് മെസ്സേജിൽ എഴുതിയാൽ മാത്രം മതി. I will re-explain that part to you. Okay? ആർ യു ഡൺ റൈറ്റിംഗ്? എഴുതി കഴിഞ്ഞാൽ ഒന്ന് ഡൺ അല്ലെങ്കിൽ ഡി ഒന്ന് ടൈപ്പ് ചെയ്യണേ ചാറ്റ് ബോക്സിൽ. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഐ ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, ഫാന്റാസ്റ്റിക്. Can I go to the next part now? Okay, so ഇതാണ് ജനറലി വരുന്ന ഫോർമാറ്റ്. പക്ഷേ നിങ്ങളുടെ ബുക്കിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം. 1 minute.
1 minute, friends. ഓക്കെ, ഇപ്പൊ റെഡി ആയി. ഓക്കെ ഫ്രണ്ട്സ്, ഷാൽ വി കണ്ടിന്യൂ നൗ? ഓക്കെ, സോ ഇവിടെ പറഞ്ഞ ഫോർമാറ്റ് കൂടി നോക്കി നോക്കാം. ആദ്യം റവന്യൂ, പിന്നെ എന്താ വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്, പിന്നെ എന്ത് വരുന്നു? ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ സെല്ലിംഗ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് ഇൻകം, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ കൺസിഡർ ചെയ്തു. ഇതാ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇവിടെ വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൺസിഡർ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇസ് ആക്ച്വലി കോൾഡ് ആസ് ദി അതർ ഇൻകം. പിന്നെ അവർ ഉപയോഗിച്ചൊരു പേരാണ് എന്ത്? നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. സോ വിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ നൗ. ഇവിടെ വരാത്ത ടെർമിനോളജീസ് in addition to what is learned. In addition to what is learned. In addition to what is learned. അവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞൊരു പേരാണ് പഠിച്ചത്. സെക്കൻഡ് പേരോട് എന്താ പഠിച്ചേ? നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസസ്. നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസസ്, അത് വേറെ. പിന്നെ ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ഇതാണ് മൂന്നാമത്തെ പേരോട് വന്നിരിക്കുന്നത്, ശരിയല്ലേ? പ്രൊവിഷൻ ഫോർ ടാക്സ് ഓൾറെഡി കൺസിഡർ ചെയ്തു. ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ബിഫോർ ടാക്സ് അത് എഴുതി. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്, അതാണ് പിന്നെ ഇവിടെ വരുന്ന വേറൊരു പേര് വരുന്നത്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. അപ്പൊ ഗെയിൻ ഓർ ലോസ്, ഇൻകം ടാക്സ് ബെനിഫിറ്റ്, എക്സെട്ര എക്സെട്ര. ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫോർമാറ്റിനെ കാട്ടും പുതിയതായിട്ട് പഠിക്കേണ്ടത്. സോ കെൻ യു റൈറ്റ് ഡൗൺ ദിസ്? ഞാൻ അടുത്ത പേജിൽ ഇതിൽ വരുന്ന ഓരോ കോൺസെപ്റ്റും 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ഓൾറൈറ്റ്? എഴുതി കഴിഞ്ഞാൽ ഡി എന്ന് പറയണേ, അപ്പൊ ഞാൻ നെക്സ്റ്റ് പേജിലോട്ട് പോവുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എഴുതിക്കൊണ്ടിരിക്കും കേട്ടോ. യു കീപ് ഓൺ റൈറ്റിംഗ് വെൻ ഐ എം ടേക്കിംഗ് ക്ലാസ്, സോ ദാറ്റ് യു ക്യാൻ യൂസ് ദിസ്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. ബൈ ചാൻസ് എഴുതി തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒന്നും മിസ്സാക്കൂല. പക്ഷെ കയ്യിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കും. ദാറ്റ്സ് ദ ഓൺലി റീസൺ ഐ എം റിക്വസ്റ്റിംഗ് യു ഓൾ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, fantastic. Can I go to the next part? ഓക്കെ, അപ്പൊ ഇതിൽ വന്ന് ഇൻട്രസ്റ്റ് ഇൻകം ഇസ് വെരി വെരി കോമൺ. അതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇത് എന്തിലാ വരിക? അതർ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇത് ഐഡിയലി ഐ കോൾ ഇറ്റ് ആസ് എ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫണ്ട് കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഫണ്ട് പോയിട്ട് ഒരു എഫ് ഡിയിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, ശരിയല്ലേ? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വരുന്ന ഒരു ലാഭമാണ് എന്ത്? ഇൻട്രസ്റ്റ് ഇൻകം. സോ ഇത് നമ്മുടെ ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് എടുത്തതിന് ശേഷം ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നെറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം. കാരണം ഇൻട്രസ്റ്റ് എക്സ്പെൻസും നോൺ ഓപ്പറേറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റ് ഇൻകമും നോൺ ഓപ്പറേറ്റിംഗ് ആണ്. വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്സ് പറഞ്ഞ പോലെ നമുക്ക് അതേ ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? പിന്നെ വരുന്ന ഒരു മേജർ ഹെഡിങ് ആണ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ ഓർ ലോസസ്. ഐ റൈറ്റ് ഡൗൺ ദാറ്റ് ഓവർ ഹിയർ.
non operating gain or losses. Friends, there are two types of gain or losses. Operating gain or loss, non-operating gain or loss. Okay, so ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞാൽ സൈത്തൂൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി അവിടെ എന്ത് ചെയ്യും, ഫുഡിന്റെ സെയിൽ വരും, കറക്റ്റ്. അതിന്റെ എഗെയിൻസ്റ്റ് അവർക്ക് എന്തുണ്ടാവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും. അവിടെ അവിടെ എന്ത് വരും അവർക്ക്, ദേ വിൽ ഗെറ്റ് എയ്തർ പ്രോഫിറ്റ് ഓർ ദേ വിൽ ഗെറ്റ് എ ലോസ്. ശരിയല്ലേ? അതിന് പറയുന്ന പേരാണ് എന്ത്, ഓപ്പറേറ്റിംഗ് ഗെയിൻ ഓർ ലോസ്. നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞാൽ സൈത്തൂൺ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കിച്ചന്റെ ഉള്ളിൽ എന്തോ പ്രശ്നം വന്നിട്ട് തീ കത്തിപ്പോയി. തീ കത്തിയപ്പോ മൊത്തം അവിടെ ഫയറായിട്ട് അവർക്ക് ഒരു 20-30 മില്യൺ ഡോളറിന്റെ നഷ്ടം വന്നു. ഓക്കെ, സോ ഐ എം ടെലിംഗ് ദാറ്റ് ദേ ലോസ്റ്റ് $30 million ഡ്യൂ ടു ഫയർ ഇൻ ദ കിച്ചൺ. ഈ ഒരു സാധനം എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണോ? ഡെയിലിക്ക് തീ പിടിക്കോ? ഇല്ല. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ ഓർ ലോസസ്. എവറിബഡി ക്ലിയർ? ചിലപ്പോ എന്ത് സംഭവിക്കും വെച്ചാൽ ഇത് കാരണം കൊണ്ട് ഇവർക്ക് നഷ്ടം വന്നു, ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പോയി, ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് ഒരു $10 million തിരിച്ചു കൊടുത്തു. അതെന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ആർ യു ഓൾ ക്ലിയർ വിത്ത് ദിസ് പാർട്ട് നൗ? Can you please write down this in your books, friends? Once you are done writing, please type D in the chat box. Okay. All right, friends. Can I go to the next part now? ഈ പേസ് കംഫർട്ടബിൾ ആണോ? എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ 9:30 PM വരെ ഞാൻ എടുക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നാളെ മുതൽ എങ്ങനെ ക്ലാസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, നിങ്ങൾ എല്ലാവരുടെയും കംഫർട്ട് സോൺ നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സസ് വെക്കാം. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റും? 1 hour ആണോ, 1.5 മണിക്കൂറാണോ? ഇഫ് ഐ ഗെറ്റ് മോർ ടൈം ഐ ക്യാൻ ടേക്ക് മോർ, ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ വേണമെങ്കിൽ 1.25 മണിക്കൂർ ആ റേഞ്ചിൽ എടുക്കാം. 8 to 9 അല്ലെങ്കിൽ 8 to 9:30 റേഞ്ചിൽ ക്ലാസ് എടുക്കും. ഓൾറൈറ്റ്. Right, friends. So I think you're clear with this part now. Okay. Now, so we learned about non-operating gain or losses. Now they are asking about income from continuing operations and discontinued operations. Friends, again, operations can be of two parts. One is called as continued operations, and the other one is what you call it as discontinued operations. Okay, so continued operations എന്ന് പറഞ്ഞാൽ ചിലപ്പം സൈറ്റൂൺ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച്, അല്ലെ നമുക്ക് ഇതിന്റെ കേസിൽ പാരഗോൺ എടുക്കാം. പാരഗോൺ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. പാരഗോൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് കോഴിക്കോടിലും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. സപ്പോസ് കൊച്ചിയിലും ഉണ്ട്, അല്ലെങ്കിൽ ലെറ്റസ് തൃശ്ശൂരിലും ഉണ്ട്. ലെറ്റസ് അസ്യൂം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തൃശ്ശൂരിൽ വന്ന ഓപ്പറേഷൻസ് നിർത്തിവെച്ചു എന്ന് വിചാരിക്കുക. നിർത്തി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ അവർക്ക് എന്തെങ്കിലും റവന്യൂ ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ താൽക്കാലികമായിട്ട് അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടാവും. വാച്ച്മാന് സാലറി കൊടുക്കണ്ടേ? സാലറി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. സോ ദർ ആർ സം കമ്മിറ്റഡ് എക്സ്പെൻസസ് ദാറ്റ് ഹാപ്പൻസ് ഓവർ ദേർ. ലെറ്റ് us say $20 million ആണെന്ന് വിചാരിക്കുക.
So here you will make, generally you will make a loss. Everybody clear with this part? Whereas Kozhikode continuing ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? റവന്യൂ $100 million ആയിരിക്കും. അതിന്റെ അഗെയിൻസ്റ്റ് ഒരു $70 million എക്സ്പെൻസ് ഉണ്ടാവും. സോ യു ആർ ഗോയിങ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് $30 million. Is everybody clear with this part? So എല്ലാ കമ്പനീസിനും രണ്ടായിട്ട് നമ്മൾ വ്യത്യസ്തരിക്കും. ദാറ്റ് ഇസ് പോയിന്റ് 1 കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്, പോയിന്റ് 2 ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഇൻ കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ് കാണിക്കുക. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണെങ്കിൽ നിർത്തിവെച്ച ബിസിനസ് കാരണം വരുന്ന ലോസ് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി കാണിക്കും. കാരണം ഇത് ഒരിക്കലും കോഴിക്കോടിന്റെ ലാഭത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? രണ്ടും കൂടെ എടുത്താൽ കമ്പനിക്ക് എത്ര ലാഭം മാത്രമേ ഉള്ളൂ? $10 million മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും നടന്നുകൊണ്ടൊരു കമ്പനി വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ലാഭം ഉണ്ട് അവിടെ? $30 million ലാഭമാണ് അവിടെ വരുന്നത്. Everybody clear with this part? Please write down this in your books now. ഫ്രണ്ട്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? ഇഫ് യു ആർ ഡൺ റൈറ്റിംഗ് ടൈപ്പ് ഡി. വീണ്ടും ആവർത്തിക്കുന്നു, എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിലും തെറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് എഴുതിക്കൊണ്ടിരുന്നാലാണ് തലയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ആർ യു കംഫർട്ടബിൾ സോ ഫാർ ഫ്രണ്ട്സ്? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? All right. I believe all of you are done writing till here in your books now. Okay. Perfect. So we are done with this format. So അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്താണ്, എല്ലാ പോയിന്റ്സും കണ്ടിന്യൂ അവിടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വൺ മോർ തിങ് ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ എഴുതിയ ഒരു ടെർമിനോളജി എന്തായിരുന്നു? EBIT എന്നല്ല എഴുതിയത്. EBITക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, അത് ജസ്റ്റ് എഴുതിക്കോളൂ. EBIT is also called as operating profit. It's also called as operating profit. Okay, അതും കൂടി പെട്ടെന്ന് എഴുതിക്കോളൂ. EBIT is also called as operating profit. Perfect friends. Let me go to the next part now. So I think നമ്മളിപ്പം ഫസ്റ്റ് ഭാഗം കവർ ചെയ്തു. ഇപ്പൊ അവരോട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് earnings before interest and taxes. നമ്മളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ശരിയല്ലേ? സോ EBIT എങ്ങനെയാ വരിക? നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം, ഓക്കെ, പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം, പ്ലസ് ഓർ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് ഗെയിൻസ് ഓർ ലോസസ്, പ്ലസ് ഓർ മൈനസ് ഗെയിൻസ് ഓർ ലോസസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഇവർ എന്ത് പറയുന്നത്? EBIT. ലെറ്റ് us write this down. EBIT. നമ്പേഴ്സും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓൾറൈറ്റ്, അപ്പൊ ആദ്യം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓപ്പറേറ്റിംഗ് ഇൻകം. സപ്പോസ് നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം $100 ആണെന്ന് വിചാരിക്കാം. പോയിന്റ് നമ്പർ ബി, ആഡ് ഇൻട്രസ്റ്റ് ആൻഡ്
ഡിവിഡൻഡ് ഇൻകം. ലെറ്റ് us assume നമ്മുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം വേറെ ഒരു $5 ആണെന്ന് വിചാരിക്കാം. റൈറ്റ്? താങ്ക് യു സോ മച്ച് സപ്ന, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പ്ലസ് പിന്നെ പറഞ്ഞ എന്താണ്? പ്ലസ് ഓർ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസസ്. സോ ലെറ്റ് us say ഒരു പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിനും കൂടി വന്നു എന്ന് വിചാരിക്കുക. അതൊരു $10 വേറെ കിട്ടി. ഓക്കെ, നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ട് വരുന്ന ലാഭത്തിനെക്കാട്ടും കൂട്ടിയിട്ട് അതിന്റെ കൂടെ നമുക്ക് ഇൻട്രസ്റ്റും കിട്ടി, അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമും കൂടി കിട്ടി. ഓൾറൈറ്റ്? പ്ലസ് ഓർ മൈനസ് ഗെയിൻ ഓർ ലോസ് ഫ്രം ഓപ്പറേഷൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. സോ മൈനസ് ലോസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ്, അതൊരു വേറെ നിങ്ങൾക്കൊരു $20 നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്? ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനാണ് ഇവർ എന്ത് പറയുന്നത്? They call it as EBIT. So that will be 105, 115. എന്താണ് ഇവിടെ ആൻസർ കിട്ടുന്നത്? You get the answer as how much, friends? $95. Everybody clear with this part? So ഞാൻ ബിസിനസ് ചെയ്ത്, okay, so this is income from business. ഞാൻ ബിസിനസ് ചെയ്ത് എനിക്ക് കിട്ടുന്ന ഇൻകം എത്രയാണോ പ്ലസ് ഇത് ആക്ച്വലി എന്താണ്? ഇതൊരു നോൺ ഓപ്പറേറ്റിംഗ് എന്താണ്? ഇൻകം ആണ്. ബിസിനസ് ചെയ്തുകൊണ്ടല്ല, FDയിൽ ഫണ്ട് ഇട്ടത് കൊണ്ട് കിട്ടിയ ലാഭമാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇതും എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ ഇസ് ഓൾസോ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. റൈറ്റ്? ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്താണ്? ദാറ്റ് ഇസ് അഗെയിൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ശരിയല്ലേ? സോ basically can I say my EBIT is nothing but it is my operating income plus my non-operating income or loss? Can you please write down this in your books? Idana adinte logic. Please write it down in your books, friends. Yes, friends. Are you all done writing till here in your books now? Perfect. ഇനി അടുത്ത പോയിന്റിലോട്ട് കടക്കട്ടെ. All right. So I think you are clear with the concept of EBIT, friends. Okay. Now let's come down. അതിനുശേഷമാണ് അവർ EBT, അടുത്ത കോൺസെപ്റ്റ് ആണ് earnings before taxes. നമ്മൾ നേരത്തെ EBIT കണ്ടുപിടിച്ചല്ലോ. EBIT ഒരു $100 ആണെങ്കിൽ ഈ ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ശരിയല്ലേ? ഒരു $10 ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടുന്നോ അതിന് പറയുന്ന പേരാണ് എന്ത്? earnings before taxes. സോ EBIT അതാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇതൊക്കെ നമ്മൾ നേരത്തെ കഥ പോലെ പഠിച്ചിട്ടുണ്ട്, വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഈ EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ ആണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് EBT കിട്ടുക. സോ EBT, you can just write down a point below this. EBT is EBIT less interest. Can you please write down this in your books now? Safna, I will definitely explain to you. Can you explain dividend income as gain? സഫ്ന പറഞ്ഞ ഡൗട്ട് മനസ്സിലായിട്ടില്ല. ഡിവിഡൻഡ് ഇൻകം നിങ്ങളുടെ ഗെയിൻ ആണല്ലോ. ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഓക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല അല്ലെ? ഐ ഗോട്ട് യുവർ പോയിന്റ്. സഫ്ന ക്ലിയർ ആക്കി പറയാം. ഓക്കെ, സോ സഫ്ന നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി.
നമ്മളിപ്പോ സൈത്തൂൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. സൈത്തൂൺ രണ്ട് ബിസിനസ് ഉണ്ടാവും. ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടാവും, അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ സൈത്തൂൺ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിലയൻസിന്റെ ഷെയർസ് പോയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ റിലയൻസിന്റെ ഷെയർസ് വാങ്ങി കഴിയുമ്പോൾ അവിടെ സൈത്തൂൺ എന്താ കിട്ടുക, ഇതിന്റെ മുകളിൽ ഒരു ഡിവിഡൻഡ് ഇൻകം കിട്ടൂലേ, ശരിയല്ലേ? ആ ഇൻകം ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. സൈത്തൂൺ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് എന്തായിട്ടാണ് വരിക, ഡിവിഡൻഡ് എക്സ്പെൻസ് ആയിട്ടാണ് വരിക. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് പോയിന്റ് നൗ സ്വപ്ന. All right, can I go to the next part now? Yes. So ആ പോയിന്റും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. Now they are talking about comparative financial statement analysis. ഇത് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. There is vertical analysis, പിന്നെ there is something called as trend analysis or horizontal analysis. So ഞാൻ അർത്ഥം എഴുതാം, financial statement analysis. ഇത് രണ്ട് രീതിയിൽ വരും. One is called as the vertical analysis, and the other one is what we call it as the horizontal analysis. Everybody clear with this part? So what happens in vertical analysis is that it is called as common size financial statement. അതുകൂടി നമുക്ക് എഴുതി വെക്കാം, ടെർമിനോളജി മിസ്സായി പോകാൻ പാടില്ല. Common size financial statements. Whereas trend analysis, horizontal analysis നെ വേറെ പേരും കൂടി പറയുമ്പോൾ എന്താ പറയാ, it is called as trend analysis. It is also called as common base year statement. Common base year statement. ഈ ഒരു ചാർട്ട് വരച്ചു വെക്കോ, then I will explain to you one by one. Perfect. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോയും ഒരു വോയിസും കൂടി അയച്ചാൽ ഞാനൊരു 1 day അല്ലെങ്കിൽ 2 daysനുള്ളിൽ ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നതാണ്. സോ വാട്ട് എവർ ഡൗട്ട്സ് എനി ടൈം യു ഹാവ്, ഷൂട്ട് ഇറ്റ്. ലെറ്റ് us സ്റ്റഡി ടുഗദർ, ലെറ്റ് us വിൻ ടുഗദർ ഫ്രണ്ട്സ്. ഇത് എഴുതിയിട്ടുണ്ടോ? കെൻ ഐ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ നല്ലൊരു എക്സാമ്പിൾ നിങ്ങളുടെ ബുക്സിൽ തന്നിട്ടുണ്ട്, നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. ഓൾറൈറ്റ്, ഇവിടെ ഇവരിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് തന്നു, പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റും തന്നു. ഞാൻ ഇത്രമാത്രം കോംപ്ലക്സ് ആയ നമ്പേഴ്സ് എടുക്കുന്നില്ല, ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയ നമ്പർ എടുത്തിട്ട് കാണിച്ചു തരാം. ഓൾറൈറ്റ്, സോ ഹിയർ ബേസിക്കലി സൈത്തൂൺ റവന്യൂ ഒരു $100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ താഴെ അവർക്ക് എന്തുണ്ടാവും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതൊരു $60 ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ്. അത് എത്ര കിട്ടി, $40. ഇവിടെ നമുക്ക് എന്തുണ്ടാവും, അതർ എക്സ്പെൻസ് ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, അങ്ങനത്തെ കുറെ എക്സ്പെൻസ് ഒരു $10 ഉണ്ടെന്ന് വിചാരിക്കാം. ബാക്കി നമുക്ക് വരുമ്പോൾ എന്താണെന്ന് വരിക, EBIT. അത് എത്രയാണ്, $30. ഇവിടെ എന്ത് വരും, ഇൻട്രസ്റ്റ് വരും, അതൊരു $5 ആണെന്ന് വിചാരിക്കാം. സോ വാട്ട് ഇസ് മൈ EBT നൗ, $25. ഇത്ര വെച്ചാൽ മതി. ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റയ്ക്ക് പെർസെന്റേജിൽ കൺവേർട്ട് ചെയ്യും. സോ റവന്യൂ ആണല്ലോ മെയിൻ ബേസ് ആയിട്ട് വരുന്നത്, ഇതിന് അവർ 100% ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് 100% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരിക്കും, 60. അപ്പൊ ഇത് എത്രയായിട്ട് മാറും,
40. അപ്പൊ ഇത് എത്രയായിട്ട് മാറും? 10%. ഇത് എത്രയായിട്ട് മാറും? 30. ഇത് എത്രയായിട്ട് മാറും? 5%. ഇത് എത്രയാ വരിക? 25%. Can you write down this in your books now, friends? All of you, please write this down. യെസ് ഫ്രണ്ട്സ്, ആർ യു ഓൾ ക്ലിയർ വിത്ത് ദിസ്? ഇനി ചെറുതായിട്ട് ട്വിസ്റ്റ് നമ്പേഴ്സ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്പേഴ്സ് ഒന്ന് മാറ്റുകയാണേ. ആർ യു റെഡി? യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, റവന്യൂ ഒരു $55 ആണെന്ന് വിചാരിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് $30. അപ്പൊ നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ് 25, ഓപെക്സ് $10. So what is your EBIT? $15. Interest $5. EBT $10. Come on, can you convert this into percentage now? ഇതൊന്ന് പെർസെന്റേജ് ആക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? Take 5 minutes, answer this on your own. Come on. ഇതും ഹൊറിസോണ്ടൽ കൂടി പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾറൈറ്റ്? All right, friends. Can I tell you the answer now? ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണേ, എന്നിട്ട് ആൻസർ നോക്കിയാൽ മതി കേട്ടോ. ദിസ് വിൽ ബി 100%. അപ്പൊ താഴെ എന്താ വരിക? 30 ഡിവൈഡഡ് ബൈ 55 ചെയ്യുമ്പോൾ എത്ര വരിക? 54.54% ആണ് ഇവിടെ വരിക. കറക്റ്റ്? 25 ഡിവൈഡഡ് ബൈ 55 അടിച്ചാൽ എത്ര വരും? Do you get 45.45%? 10 divided by 55% ചെയ്യുമ്പോൾ എന്താ വരിക? 18.18%. ബാലൻസ് എത്ര വരും? 27.27%. 5 divided by 55 അടിച്ചാൽ 9.09%. 10 divided by 55 അടിച്ചാൽ 18.18%. How many of you got this answer correct? Type a yes in the chat box, friends. Fantastic, friends. So can I go to the next part now? Final part with which we'll pack up today's session. Okay? Yes. Final part is horizontal analysis.
ഫ്രണ്ട്സ്, ഹൊറിസോണ്ടൽ അനാലിസിസിന് അവരൊരു ഫോർമുല ഒക്കെ തന്നിട്ടുണ്ട്. ആ ഫോർമുല പിന്നെ പഠിപ്പിച്ചു തരാം. ഇവര് ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കൊല്ലത്തെ ഡേറ്റ ഈ കൊല്ലത്തെ ഡേറ്റയായിട്ട് അവർ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഒരു ബേസ് ഇയർ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഡേറ്റാസ് ഒക്കെ കമ്പയർ ചെയ്യുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ ദാറ്റ് ഇസ് ഗിവൻ ഓവർ ഹിയർ ഫ്രണ്ട്സ്. I'll write down. I'll write year 2003. I'll put 2023, 2022, 2021. നമുക്ക് ഇഷ്ടമുള്ള റവന്യൂ ഇടാം. സപ്പോസ് ഇവിടെ വന്നിരിക്കുന്ന റവന്യൂ $100 ആണ്, $110 ആയി. ഇവിടെ ആകുമ്പോൾ $120 ആയി. സോറി, $120 ആയെന്ന് വിചാരിക്കാം. So this year is what we will call it as the base year. Everybody clear with this part? Okay. So ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ബേസ് ഇയറിനെ അവർ എന്തെടുക്കും, 100% ആയിട്ടാണ് ഇതിനെടുക്കുക. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്തായിട്ടാ വരിക, 110%. This will become 120%. ഇത് എങ്ങനെ 120% ആയി? 120 divided by 100. ഇവിടെ ആണെങ്കിലോ 110 divided by 100. അപ്പൊ ബേസ് ഇയറിൽ നിന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ വരുന്ന ഇയേഴ്സിന്റെ നമ്പേഴ്സ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊജക്ട് ചെയ്യുന്നത്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട് നൗ? പെർഫെക്റ്റ്. പിന്നെ താഴെ അവർ എന്ത് തന്നിട്ടുണ്ട്, ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ദേ ആർ കൺവേർട്ടിങ്. അവരത് ഇൻഡെക്സ് നമ്പേഴ്സിലോട്ട് എന്ത് ചെയ്യാണ്, അവർ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Can you write down this in your books now, all of you? All right. ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നോട്ടെ. Can we do one more question on this one? With that we are packing today's session friends. I think ഇതും കൂടി കഴിയുമ്പോഴത്തേക്കും this chapter is over. നമ്മുടെ chapter 1 is completed friends. So I'll just explain this next part to you also now. So next part എന്ന് പറഞ്ഞാൽ let us say year 2025, 2024, 2023. ഇവിടെ വന്നിരിക്കുന്ന റവന്യൂ $50 ആണെന്ന് വിചാരിക്കാം. അത് ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒരു $60 ആയി, ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒരു $75 ആയി എന്ന് വിചാരിക്കാം. So this base year is what we take it as 100%. ഇവിടെ വരുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും, it will be 60/50. Do you get the answer as 120%? ഇവിടെ ആകുമ്പോഴോ 75/50 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 150%. So the formula is what? This is called as the base year. This is the current year. So the formula over here is what? Percentage is equal to current year figure divided by base year figure. Are you all clear with this part now? So friends, we have come to the end of our session 1. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? If yes, please type a yes in the chat box friends. എല്ലാം കംഫർട്ടബിൾ ആയിട്ട് പോയിട്ടുണ്ടല്ലോ? ഇതേപോലെ എല്ലാ ദിവസവും ബിറ്റ് ബൈ ബിറ്റ് ഞാൻ എടുക്കും. എന്നിട്ട് നമ്മുടെ ഫുൾ സിലബസ് ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ചെയ്ത് തരും. ആൻഡ് ഐ പ്രോമിസ് യു ഫ്രണ്ട്സ്, ഈ ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അപ്കമിങ് ഒക്ടോബർ എക്സാമിൽ നല്ല മാർക്സ് കിട്ടിയിരിക്കും. ദാറ്റ് ഇസ് മൈ assurance and promise to all of you. So shall we pack up our session with this part now friends? Yes. So be in touch with me. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടല്ലോ. ഞാനിപ്പോൾ അതിന്റെ ഈ പേജും ഈ നോട്ട്സ് ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. So that you all can receive this also. Okay. Thank you so much friends for your wonderful support. I will see you tomorrow evening at 8 o'clock. Have a nice time ahead. Take care. Let's study together. Let us win together. Thank you so much, everyone. Thanks a lot.